തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ NSS ഐക്യദാർഢ്യ മാർച്ചിനെ തുടർന്ന് തിരുവനന്തപുരം നഗരത്തിൽ രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. മണിക്കൂറുകളോളം വാഹനങ്ങൾ കുടുങ്ങിക്കിടന്ന സാഹചര്യത്തിൽ റോഡ് ഉപയോക്താവായ ഒരു യുവതി പരസ്യമായി തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. റോഡിന്റെ നടുവിലാണോ പരിപാടി നടത്തുന്നത്? എന്തിനാണ് സാധാരണക്കാർക്ക് ഇത്രയും ബുദ്ധിമുട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾക്ക് ഈ പരിപാടി ഗാന്ധി പാർക്കിൽ വെച്ച് നടത്തിക്കൂടായിരുന്നോ എന്നായിരുന്നു യുവതിയുടെ ചോദ്യം. എറണാകുളത്ത് നിന്നും യാത്ര ചെയ്തു വന്ന താൻ മണിക്കൂറുകളായി ഗതാഗത കുരുക്കിൽ കുടുങ്ങിയിരിക്കുകയാണെന്നും ഒരു വാഹനം പോലും ലഭിക്കാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും അവർ പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് സ്റ്റാച്യു മുതൽ കിഴക്കേക്കോട്ട വരെ ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു NSSന്റെ പ്രകടനം. ഗംഭീര പ്രകടനമൊന്നുമല്ല, 100 ആളുകളുടെ ഒരു പ്രകടനം. ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് തലസ്ഥാന നഗരിയിൽ ഏറ്റവും തിരക്ക് പിടിച്ച സമയത്ത് റോഡ് ബ്ലോക്ക് ഉണ്ടാക്കി. റോഡിൽ പ്രകടനം നടത്തുന്നവർക്ക് ഹൈക്കോടതി നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് സുകുമാരൻ നായർക്ക് ഇവർ പിന്തുണ പ്രഖ്യാപിച്ചത്. ജനങ്ങളുടെ യാത്രയും അവകാശമാണ്. അതുകൊണ്ട് NSS മാർച്ചിനെ തുടർന്ന് തിരുവനന്തപുരത്തുണ്ടായ ഗതാഗത കുരുക്കിനിടെ ആ യുവതി പരസ്യമായി ചോദിച്ച ചോദ്യം തീർത്തും ന്യായമാണ്. എന്തിനിങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന ചോദ്യം വളരെ വാലിഡായ ഒരു ചോദ്യം തന്നെയാണ്. ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അതേസമയം സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതവും യാത്രാ സൗകര്യവും അനാവശ്യമായി തടസ്സപ്പെടാതിരിക്കാനുള്ള ഉത്തരവാദിത്വവും എല്ലാവർക്കും ഉള്ളതാണ്. ഏതൊരു പ്രതിഷേധങ്ങളും സമരങ്ങളും ഉത്സവങ്ങളും അനുഭാവ പ്രകടനങ്ങളും ജനങ്ങളുടെ സഞ്ചാരം തടസ്സപ്പെടുത്തിയും ബുദ്ധിമുട്ടിച്ചും കൊണ്ടാകരുത്. സുകുമാരൻ നായർക്ക് ഐക്യദാർഢ്യവുമായി NSSന് പ്രകടനം നടത്താം. അത് നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാകുമ്പോൾ സുകുമാരൻ നായരെ മനസ്സിൽ തെറിവിളിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകും. ഇങ്ങനെ ജനങ്ങളുടെ സഞ്ചാരം തടസ്സപ്പെടുന്ന ഏതൊരു വിഷയത്തിനും ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം, പ്രതികരിക്കണം. ഏതു മതമാകട്ടെ, പാർട്ടിയാകട്ടെ, വർഗീയ സംഘടനയാകട്ടെ, മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ ആർക്കും അവകാശമില്ല. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ സംഘടനകളുടെയും പ്രകടനങ്ങൾ നിയമം മൂലം നിയന്ത്രിക്കണം. ഈ വിഷയത്തിൽ ഒരു സമുദായത്തെ മാത്രമായിട്ട് ആരും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഏതൊരു വ്യക്തിയും ഏതൊരു പാർട്ടിയും ഏതൊരു സമുദായവും റോഡ് ബ്ലോക്കാക്കി എന്തെങ്കിലും പ്രകടനങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെയോ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ വീട്ടിലുള്ളവരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ഒരു അപകടം സംഭവിച്ചോ അല്ലെങ്കിൽ അത്യാസന്ന നിലയിലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണ് ഇതുപോലുള്ള റോഡ് ബ്ലോക്ക് ചെയ്ത് തെമ്മാടിത്തരം കാണിക്കുന്നത് എന്ന് ആലോചിക്കുക. ആ സമയത്തുള്ള നിങ്ങളുടെ മനോഭാവം തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ എവിടെ കണ്ടാലും നമ്മുടെ മനസ്സിൽ വേണ്ടത്. ഒരു സമുദായത്തിന്റെ നേതാവിനെ മുഖ്യമന്ത്രി വേണ്ട പോലെ ഗൗനിക്കാത്തതിന് വിവരമില്ലാത്ത കുറച്ച് ആളുകൾ റോഡ് ബ്ലോക്ക് ചെയ്ത് പ്രകടനം നടത്തുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി സതീശനെ അഭിനന്ദിക്കണം. കാര്യവിവരമുള്ള ദീർഘവീക്ഷണമുള്ള സമുദായ ആചാര്യന്മാരിരുന്ന കസേരയിൽ ഇതുപോലെയുള്ളവർ കയറി അള്ളിപ്പിടിച്ചിരിക്കുമ്പോൾ അവരെയൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യം പോലുമില്ല. 100-ൽ താഴെയുള്ള വിവരദോഷികളാണ് ഇന്നലെ ആയിരക്കണക്കിന് ആളുകളുടെ വിലപ്പെട്ട സമയം അപഹരിച്ചത്.